ഹായ് മക്കളെ, +1 ഫിസിക്സിന്റെ വെയിറ്റേജിന്റെ വീഡിയോ ആണ് ഈ ഹായ് +1 മക്കളെ, +1 ഫിസിക്സിന്റെ വെയിറ്റേജിന്റെ വീഡിയോ ആണ് ഇത്. അപ്പോൾ ആദ്യമേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, വെയിറ്റേജും മാർക്കും സെയിം അല്ല, ഈക്വൽ അല്ല. അത് പലർക്കും എക്സാം കഴിഞ്ഞ ശേഷമാണ് ബോധ്യപ്പെട്ടത്. ഞാൻ പറഞ്ഞുതരാം. അതായത് ഇങ്ങനെ ഒരു വെയിറ്റേജിന്റെ സംഭവം നിങ്ങളെ സ്കൂളിലെ ഗ്രൂപ്പുകളിലും എഡ്യൂപോർട്ടിന്റെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ അതിലൊക്കെ പ്രത്യേകം പറഞ്ഞിരുന്നു, മക്കളെ ഇത് വെയിറ്റേജ് ആണ്, മാർക്ക് വരുമ്പം ഇതിൽ കുറച്ച് കൂടുതൽ നിങ്ങൾ പ്രതീക്ഷിക്കണം. എന്താന്ന് പറഞ്ഞുതരാം. വെയിറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചാപ്റ്ററിന് ചോദിക്കാൻ പോകുന്ന മിനിമം മാർക്ക് മാത്രമാണ്. എന്നാൽ ഓപ്ഷൻ ക്വസ്റ്റ്യൻസ് അടക്കം അതിൽ കൂടുതൽ മാർക്ക് നിങ്ങൾ കണ്ടേക്കാം. മോഡൽ എക്സാമിന് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്, വെയിറ്റേജ് നോക്കിയപ്പോൾ 4 മാർക്ക് മാത്രമുള്ളൂ. പല കുട്ടികളും വിചാരിച്ച 4 മാർക്കിന് ആ ചാപ്റ്ററിന് ചോദ്യം വരുള്ളൂ. അല്ല, മോഡൽ എക്സാമിന് എത്ര മാർക്കിന് ചോദ്യം വന്നിട്ടുണ്ട് അറിയോ? 7 മാർക്കിന് ചോദ്യം വന്നിട്ടുണ്ട്. അതായത് ഓപ്ഷൻ ക്വസ്റ്റ്യൻസ് അടക്കമാണ്. അപ്പൊ മനസ്സിലാക്കുക, മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റേജിനേക്കാൾ കൂടുതൽ വന്നേക്കാം. അത് ഓപ്ഷൻ ക്വസ്റ്റ്യൻസ് അടക്കമാണ്. ഇനി മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിൽ 5 മാർക്കായിരുന്നു എന്തുണ്ടായിരുന്നത്, അതിന്റെ വെയിറ്റേജ് ഉണ്ടായിരുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി 3 മാർക്കിനാണ് ആ ചാപ്റ്റർ ചോദ്യം വന്നത് കേട്ടോ കാണുന്നത്. ഇനി മോഷൻ ഇൻ എ പ്ലെയിനിന്റെ കേസിൽ 6 മാർക്കായിരുന്നു അതിന്റെ വെയിറ്റേജ്. ചോദ്യം വന്നപ്പോൾ അതിൽ 8 മാർക്ക് വന്നു. കണ്ടോ ആ വ്യത്യാസം കണ്ടോ? അപ്പൊ ഇത് ജന്മം നമ്പരുത്, മാർക്കിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പൊ ബാക്കിയും കൂടി പറഞ്ഞുതരാം. വീഡിയോ ഒപ്പം ഒന്ന് ലൈക്ക് അടിക്കുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ലോസ് ഓഫ് മോഷൻ വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. 6 വെയിറ്റേജ് വന്നു, 8 മാർക്ക് വന്നു. ആഹാ, അന്തസ് അല്ലേ. ഇനി വർക്ക് എനർജി പവർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 5നേക്കാൾ കൂടുതൽ വരുന്ന 6 വന്നു. ഞാൻ പറഞ്ഞു പാളിയില്ല. റൊട്ടേഷൻ മോഷൻ 5 പറഞ്ഞു, 5 വന്നു. അന്തസ്, മാന്യനാണ് അല്ലേ. 5 പറഞ്ഞു, 5 വന്നു. ഗ്രാവിറ്റേഷൻ ഞാൻ പറഞ്ഞു സ്കിപ്പ് ചെയ്യില്ല, 5 മാർക്കല്ല വരിക, 8 വന്നു. 8 വന്നു ഗ്രാവിറ്റേഷനിൽ. അടുത്തത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്, 2 മാർക്ക് കണ്ട് സ്കിപ്പ് ചെയ്ത് ഒരു ഞെട്ടിപ്പോയി, അവർ ചമ്മിപ്പോയി. 4 മാർക്കിന് ചോദ്യം വന്നു. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ഫ്ലൂയിഡ്സ് 7 മാർക്ക് പകരം 9 മാർക്ക്, 7 വെയിറ്റേജ് 9 മാർക്കിന് ചോദ്യം വന്നു. തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ 4 മാർക്കിനാണ് ചോദ്യങ്ങൾ വന്നത്. അടുത്തത് തെർമോഡൈനാമിക്സിൽ 3 കണ്ടിട്ട് അവിടെ 5 മാർക്കിന് ചോദ്യങ്ങൾ വന്നപ്പോൾ പലരും ഞെട്ടിപ്പോയിട്ടുണ്ട്. അതേപോലെയാണ് കൈനറ്റിക് തിയറി, 2 വെയിറ്റേജേ ഉള്ളൂ, പക്ഷെ അതിന് 3 മാർക്കിന് ചോദ്യങ്ങൾ വന്നു. ഓസിലേഷനിൽ നിങ്ങൾക്ക് 4 മാർക്കും അതേപോലെ വേവ്സിൽ 4 മാർക്കുമാണ് വന്നത് കേട്ടോ. അപ്പോൾ മാർക്കിന്റെ വ്യത്യാസം കണ്ടല്ലോ. അപ്പോൾ വെയിറ്റേജ് കണ്ട ആരും എന്ത് ചെയ്യരുത്, അത് മാത്രം ചില ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാന്നൊക്കെ കൺസെപ്റ്റ് ഉണ്ടാവും. ഒന്നും ചെയ്യരുത്. മാർക്കിങ് ഇങ്ങനെയാണ്. അപ്പോൾ ടോട്ടൽ 78 അല്ലെങ്കിൽ 79 മാർക്കിനാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക എന്ന് മനസ്സിലാക്കുക. ഇനി മറ്റൊരു കാര്യം കൂടി, ഇതേ വെയിറ്റേജ് തന്നെ ആയിരിക്കും, മാർക്കിംഗ് സ്കീം തന്നെ ആയിരിക്കും പബ്ലിക് എക്സാമിന്. പ്രതീക്ഷിക്കേണ്ട. ചിലപ്പോൾ ചെറിയ വേരിയേഷൻസ് വരും, എന്നാലും ഓൾമോസ്റ്റ് ഇതിന് അലൈൻഡ് ആയിരിക്കും. ഇതിലെല്ലാത്തിലും അങ്ങോട്ടൊരു പ്ലസ് അല്ലെങ്കിൽ മൈനസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. ഇതിലാകെ പണി വാളിത് ആ സ്ട്രെയിറ്റ് ലൈനിന്റെ കേസിലാണ്. സ്ട്രെയിറ്റ് ലൈന് 3 വന്നിട്ടുള്ളൂ. അപ്പോൾ അത് ചിലപ്പോൾ പബ്ലിക്കിലേക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, ചിലപ്പോൾ മേക്കപ്പ് ആവുന്നുണ്ടാവും. അവിടെ ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്. ബാക്കിയുള്ളതിന്റെ കേസിലൊന്നും വലിയ കുഴപ്പം വന്നിട്ടില്ല. അപ്പോൾ പബ്ലിക് എക്സാമിന് സ്ട്രെയിറ്റ് ലൈനിൽ കുറച്ചുകൂടി മാർക്ക് എക്സ്പെക്ട് ചെയ്യുക. വീഡിയോ ഇപ്പോൾ തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക.